വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. അത് ചെറിയൊരു വേക്കൻസി നോട്ടിഫിക്കേഷൻ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ വേക്കൻസി അതിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യം കാണുന്നവര് ഈ ചാനലില് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അത് കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക, ലൈക്കിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. KVS, CTET, KTET, NBS, DSSP, അതുപോലെ തന്നെ LPUP ലോങ് ടേം ഇതിന്റെയൊക്കെ കോച്ചിങ് അവൈലബിൾ ആണ്. താഴെ സ്ക്രോൾ ചെയ്ത നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഓരോ കോഴ്സിന്റെ ലിങ്കുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽ വഴി ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ഈ വേക്കൻസി ദീൻ ദയാൽ ഉപാധ്യായ കോളേജ്, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. ഓക്കെ, ഇവിടേക്കുള്ള ടീച്ചർ അതെ അസിസ്റ്റന്റ് പ്രൊഫസർ വേക്കൻസി ആണ്. ഓക്കെ, ഇപ്പൊ നിലവിൽ കുറച്ച് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അതിന് ശേഷം വേക്കൻസികൾ വന്നിട്ടുണ്ട്, ധാരാളം വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കണമെങ്കിൽ ജസ്റ്റ് DDU കോളേജ് edu.ac.in അല്ലെങ്കിൽ വെറുതെ DDUC എന്നും പറഞ്ഞു കൊടുത്താൽ മതി. ദീൻ ദയാൽ ഉപാധ്യായ കോളേജ് ഡൽഹി എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് കിട്ടും. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ വരുമ്പോൾ ഈ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞുള്ള ഇവിടെതായി ഈ ലെഫ്റ്റ് സൈഡിലായി കാണുന്ന ഈ അനൗൺസ്മെന്റിൽ താഴെ കണ്ട വേക്കൻസീസ് ആൻഡ് ജോബ് ഓപ്പണിംഗ്. ഓക്കെ, ഈ വേക്കൻസീസ് ആൻഡ് ജോബ് ഓപ്പണിംഗ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് അതിന്റെ നോട്ടീസും കാര്യങ്ങളും കിടപ്പുണ്ട്, സർക്കിളിൽ കിടപ്പുണ്ട്. അത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ പറയാം. ഓക്കെ, ഇതാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ. അവിടെ നിന്ന് ഡൗൺലോഡ് എടുത്ത നോട്ടിഫിക്കേഷൻ ആണ് അസിസ്റ്റന്റ് പ്രൊഫസറുടെ. അതായത് ധാരാളം വേക്കൻസീസ് ഉണ്ട്. ഇതിലിപ്പോ നിലവിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വേക്കൻസി മാത്രമല്ല, പിന്നെയും വീണ്ടും ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇത് 7/7/2025 വന്നതാണ് ഈ നോട്ടീസ്. അതിനുശേഷവും വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനേക്കാളും പോസ്റ്റുകളുണ്ട്. പോസ്റ്റുകൾ ഉള്ളത് ബോട്ടണി, കെമിസ്ട്രി. ബോട്ടണി 3, അത് ഓരോ കമ്മ്യൂണിറ്റി ബേസിൽ കൊടുത്തിട്ടുണ്ട്. കെമിസ്ട്രി 2, കൊമേഴ്സ് 12, കമ്പ്യൂട്ടർ സയൻസ് 6, എക്കണോമിക്സ് 3, ഇംഗ്ലീഷ് 10, ഇലക്ട്രോണിക്സ് 1, എൻവയോൺമെന്റൽ സയൻസ് 1, ഇലക്ട്രോണിക്സ് 1, എൻവയോൺമെന്റൽ സയൻസ് 2, ഹിസ്റ്ററി 2, അതുപോലെ തന്നെ ഹിന്ദി 4, ഹിസ്റ്ററി 2, മാനേജ്മെന്റ് സ്റ്റഡീസ് 4, മാത്തമാറ്റിക്സ് 8, ഓപ്ഷൻ റിസർച്ച് 1, അതുപോലെ ഫിസിക്സ് 1, പൊളിറ്റിക്കൽ സയൻസ് 5, സംസ്കൃതം 1, സുവോളജി 7. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ ഈ നോട്ടീസിൽ കാണുന്നത് വെച്ചിട്ട് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇംഗ്ലീഷ്, പിന്നെ കൊമേഴ്സ്, പിന്നെ സുവോളജി ആണ്. ബട്ട് ഇതിന്റെ ഒരു 2 വേക്കൻസീസ് ഇപ്പൊ കൂടിയിട്ടുണ്ട് കേട്ടോ. പുതിയ നോട്ടിഫിക്കേഷനിൽ കൂടിയിട്ടുണ്ട്. ജസ്റ്റ് ഇത് പറഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഈ നോട്ടീസ് വെച്ച് തന്നെ പറയുന്നത്. ഓക്കെ, 70 വയസ്സ് വരെയാണ്. അതായത് റിട്ടയർഡായവർക്ക് അപ്ലൈ ചെയ്യാം, ന്യൂ ഫാക്കൽറ്റി അതായത് ഫ്രഷേഴ്സിനും അപ്ലൈ ആവുന്നതാണ്. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21/7/2025 ആണ്. ഓക്കെ, ഇത് ഗൂഗിൾ ഫോം വഴിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. ഇതാണ് ഈ അഡ്രസ്. ഈ ഗൂഗിൾ ഫോം ഈ ഒരു ലിങ്ക് വഴിയാണ് ഇത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഗൂഗിൾ ഫോം വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ താഴെ തന്നെ പറയുന്നുണ്ട് നമ്പർ ഓഫ് വേക്കൻസീസ് മേ ഇൻക്രീസസ് ഇൻ വ്യൂ ഓഫ് 4 years UGCF 2022 ബേസ്ഡ് ഓൺ NEP 2020. ഓക്കെ, അപ്പൊ ഇതനുസരിച്ച് വേക്കൻസികൾ കൂടാം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പൊ ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂട്ടുകാരുണ്ടെങ്കിൽ MSc PhD അല്ലെങ്കിൽ നെറ്റ് MSc നെറ്റ് ഓർ PhD ആണ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇത് ഷെയർ കൊടുക്കുക തീർച്ചയായിട്ടും. ഇതിന്റെ ബാക്കിൽ നിന്ന് അടുത്ത ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അത് പെർമനന്റ് വേക്കൻസി ആണ്. ഇത് കോൺട്രാക്ച്വൽ ബേസ് ആണെന്നുള്ള കാര്യം മാത്രമാണ് ഉള്ളത്. ഓക്കെ, ഇത് എത്ര ദിവസത്തേക്കാണ്, എത്ര വർഷത്തേക്കാണെന്നുള്ള
നമുക്ക് കോൺട്രാക്ട് വെച്ചിട്ട് ബേസ് വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല. അതായത് സ്ഥിരം പെർമനന്റ് വേക്കൻസി വരുമ്പോഴത്തേക്ക് അവർ ഔട്ടായി പോകും. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം എപ്പോഴും എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമാണ്. അപ്പം ഈ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഒരിടത്ത് കയറുമ്പോഴാണ് നമുക്ക് പല അടുത്തെയും വേക്കൻസികളെ കുറിച്ചും പെർമനന്റ് അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ ആയിട്ടുള്ള അറിവുകൾ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു വേക്കൻസിയെ കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. ദീൻ ദയാൽ ഉപാധ്യായ കോളേജ്, ഡൽഹി. ഇതിനു മുമ്പ് ഞാനൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു, പെർമനന്റ് ആയിട്ടുള്ള വേക്കൻസീസ്, അത് നിങ്ങൾക്ക് അയച്ചു എന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിനെക്കുറിച്ച് ഈ ഒരു വേക്കൻസീസിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോഴ്സുകളിലേക്ക് അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ 7736750473 നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് അയക്കാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുക. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻസ് RRB ടീച്ചർ, KVS, അതുപോലെ തന്നെ KTET, LP UP ലോങ് ടേം കോഴ്സ്, CTET, ഇതിന്റെയൊക്കെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വേക്കൻസി അയക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. തീർച്ചയായിട്ടും ഇത് നോക്കിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 21/7/2025 ലാസ്റ്റ് ഡേറ്റ്. അപ്പം ഇത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.